السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا ذركنا يا حبيب الله. സർവാദരണീയരായ സയ്യിദ് യഹ്യൽ ബുഖാരി തങ്ങൾ, മറ്റ് സാദാത്തുക്കൾ, വന്യരായ അഹ്സനി ഉസ്താദ്, മറ്റ് ഉലമാക്കൾ, ഉമറാക്കൾ, പ്രത്യേകിച്ച് മഹാനരായ ശൈഖുൽ മശായിഖ് ഖുതുബുൽ ആലം ശൈഖുന മടവൂർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അവിടത്തെയുമായി ബന്ധപ്പെടാനും ഒട്ടേറെ അനുഭവങ്ങൾ സമ്പാദിക്കാനും അവസരം ലഭിച്ച ഒരുപാട് മുഹിബ്ബീങ്ങളുടെ കൂടി കൂട്ടായ്മയാണിത്. മറ്റീ മഹത്തായ വേദിയിൽ സദസ്സിൽ സന്നിഹിതരായ മാന്യ സഹോദരി സഹോദരന്മാർ, സുഹൃത്തുക്കൾ, അൽഹംദുലില്ലാ, നമ്മുടെ ഈ മഹത്തായ മടവൂർ ഖാഫിലയുടെ ആഭിമുഖ്യത്തിലുള്ള മടവൂർ ശൈഖുനയുടെ ആണ്ട് നേർച്ചയുടെ മജ്ലിസ് വലിയ സന്തോഷം തോന്നി. നമ്മുടെ പ്രിയപ്പെട്ട സിറാജുദ്ദീൻ ലത്തീഫി ഉസ്താദ് അവർകൾ, അള്ളാഹു എല്ലാവിധ സന്തോഷവും റാഹത്തും ഹിമ്മത്തും മശായിഖന്മാരുടെ മദദിലും നോട്ടത്തിലുമായി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവർക്കും നമുക്കും. അവരുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള വാക്കുകളാണ് നിങ്ങളിവിടെ കേട്ടുകഴിഞ്ഞത്. മടവൂർ ഖാഫില, ആ പേരു തന്നെ മടവൂർ ശൈഖുനയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് വല്ലാത്തൊരു ആനന്ദമാണ്. കേരളത്തിൽ ഒട്ടേറെ മഹാന്മാരായ ഔലിയാക്കളും സ്വാലിഹീങ്ങളുമൊക്കെ കഴിഞ്ഞുപോയ നാടാണ് കേരളം. അവരൊക്കെ ഉന്നതിയുള്ളവരാണ്, മഹത്വമുള്ളവരാണ്. പക്ഷേ മടവൂർ ശൈഖുന അത് സമാനതകളില്ലാത്ത വലിയ അത്യുന്നതിയുടെ ഉത്തുംഗ സോപാനത്തിൽ വിഹരിക്കുകയും വിരാജിക്കുകയും ചെയ്ത നമുക്ക് വർണ്ണിക്കാനാകാത്ത മഹൽ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ശൈഖുന മടവൂർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അവിടത്തെ ജീവിതാനുഭവങ്ങളുമായി ബന്ധപ്പെട്ട് അത് അനുഭവിക്കാൻ അവസരം ലഭിച്ച ആളുകൾ, 34ാമത്തെ ഉറൂസാണ് ശൈഖുനയുടേത് നമ്മളിപ്പോൾ കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ശൈഖുനയെ കാണാനും ശൈഖുനയുമായി ബന്ധം സ്ഥാപിക്കാനും അവിടത്തെ ആ പൊൻവിതൃമ്പ്യ ചുണ്ടുകളിൽ നിന്ന് നിർഗളിച്ച വിശുദ്ധമായ വജസ്സുകൾ കേൾക്കാനും അതിന്റെ ഗുണഭോക്താക്കളായി കലവറയില്ലാത്ത കറാമത്തുകൾ അനുഭവിക്കാനും ഭാഗ്യം സിദ്ധിച്ച എത്രയോ ആളുകൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പൊ നമ്മുടെ ഈ മഹത്തായ വേദിയുടെ സ്റ്റേജിന്റെ വലതുഭാഗത്ത് പ്രത്യേകമായി ശൈഖുനയുമായി ബന്ധപ്പെട്ട ആളുകളെ അവിടത്തെ കറാമത്തുകൾ അനുഭവിക്കാനും ശൈഖുനയിൽ നിന്ന് വലിയ സന്തോഷമുള്ള വാക്കുകൾ കേൾക്കാനും അവസരം ലഭിച്ച ആളുകളൊക്കെ അവരെ പ്രത്യേകമായി ഇരിപ്പിടം കൊടുത്ത് അവരെ സന്തോഷത്തോടെ ഇവിടെ സ്വീകരിച്ചിരുത്തിയിരിക്കുകയാണ്. നമ്മുടെ സ്റ്റേജിലുമുണ്ട് വലിയ വലിയ സാദാത്തുക്കൾ. പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മുടെ സദസ്സിലെ ഈ മഹത്തായ ആണ്ട് നേർച്ചയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വേണ്ടി എത്രയോ കിലോമീറ്ററുകൾ അകലെ യാത്ര ചെയ്ത് കേരളത്തിന്റെ ഒരറ്റമാകുന്ന കാസർഗോഡ് ജില്ലയിൽ നിന്ന്, മടവൂർ കോട്ടയിൽ നിന്ന് ശരീരം വിശ്രമം ആവശ്യപ്പെടുമ്പോഴും മടവൂർ ശൈഖുനയോടുള്ള അടങ്ങാത്ത പ്രതിപത്തിയും അവിടത്തോടുള്ള ആ വലിയ മഹബ്ബത്തും അത് കേവലം വാക്കുകളിൽ ഒതുക്കാതെ സത്യസന്ധമായ മഹബ്ബത്തും
അതാണ് എൻ്റെ എല്ലാം എന്ന് മനസ്സിലാക്കി അത് സമൂഹത്തിന് സമ്മാനിച്ചു കൊണ്ടിരിക്കുന്ന വന്യരായ സയ്യിദ് യഹ്യൽ ബുഖാരി തങ്ങൾ മടവൂർ കോട്ട, മഹാനരായ മടവൂർ ശൈഖുനയെയും ശൈഖുന വലിയുല്ലാഹി വടകര മമ്മദാജി തങ്ങൾ ഉപ്പാപ്പയെയും കൂടുതൽ അവരോട് ഇടപഴകാനും അവരുമായുള്ള സഹവാസത്തിലൂടെ അവരിൽ നിന്നൊക്കെ വലിയ സന്തോഷമുള്ളത് വാങ്ങാനും അവർ വലിയ മഹത്വം പറയുന്നത് വലിയ സന്തോഷം പറഞ്ഞ് അനുഗ്രഹിക്കുകയും ചെയ്ത വന്യരായ തങ്ങളവറുകൾ അവരാണ് നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. തങ്ങളുടെ വളരെ വിലപ്പെട്ട വാക്കുകളും അവിടത്തെ ആ പ്രത്യേകമായ അനുഭവങ്ങളും പങ്കുവെക്കും. അത് കേൾക്കാൻ നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. തങ്ങൾ ദ്വാരന്ന് നമുക്ക് തുടങ്ങിത്തന്നു. മറ്റ് സാദാത്തുക്കളൊക്കെ ഇവിടെയുണ്ട്. മഹാനരായ മടവൂർ ശൈഖുനയുടെ നിർദ്ദേശാനുസരണം നേരത്തെ ലത്തീഫി ഉസ്താദ് പറഞ്ഞല്ലോ, സിയാറത്തുകൾ നിർവഹിക്കാനും ഹജ്ജ് കർമ്മം നിർവഹിക്കാനും ഒക്കെ അവസരം ലഭിച്ച സയ്യിദ് അവർകൾ ഉൾപ്പെടെ ഒരുപാട് ആളുകൾ, ഓരോരുത്തരും ഞാൻ പേരെടുത്തു പറയുന്നില്ല, പലരെയും വിട്ടുപോകുമോ എന്ന പേടി എനിക്കുണ്ട്. കാരണം എല്ലാവരും ശൈഖുനയുമായി ബന്ധപ്പെട്ടവരാണ്. ഇവിടെ ഒരുമിച്ച് കൂടിയതിന്റെ പിന്നിൽ ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, ശൈഖുന മടവൂർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അവിടത്തോടുള്ള വലിയ മഹബ്ബത്ത് അത് സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കുക എന്ന കാരണം ഒരു ചരിത്ര ദൗത്യമാണ് മടവൂർ ഖാഫില ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, മഹാനരായ ഗൗസുൽ ആലം മശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് സഹോദരന്മാരെ, ഒട്ടേറെ വിശിഷ്ട അതിഥികൾ നമ്മുടെ വേദിയിൽ എത്തിയിട്ടുണ്ട്. ഇമാറാത്തിൽ നിന്ന് നമ്മുടെ വന്യരായ ശൈഖുനയുമായി ഒരുപാട് കാലമായി ശൈഖുനയെ കാണണമെന്ന് ആശിക്കുകയും വന്യരായ ശൈഖുനയെ തേടി
ഇതിനു മുൻപും ഇവിടെ എത്തുകയും അതുപോലെ തന്നെ ഇമാറാത്തിൽ ശൈഖുനായ പ്രത്യേകമായി വീട്ടിൽ എത്തണമെന്ന് ക്ഷണിച്ച് ഒരുപാട് സമയം നിരന്തരമായി ആവശ്യപ്പെട്ട് അങ്ങോട്ട് കൊണ്ടുപോവുകയും വേണ്ടുന്ന സന്തോഷങ്ങളും സ്വീകരണങ്ങളുമൊക്കെ ചെയ്ത പ്രിയപ്പെട്ട അറബി സുഹൃത്ത് ഉൾപ്പെടെ പലരും എത്തിയിട്ടുണ്ട്. ഇനി പലരും വരാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഒക്കെ നമുക്ക് കാണാം. അപ്പൊ ഏതായിരുന്നാലും പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഹാനരായ മടവൂർ ശൈഖുനയുടെ മഹത്വം പറയുന്ന മടവൂർ ഖാഫില അതൊരു പുതിയ പരിപാടിയൊന്നല്ല. മഹാനരായ ഗൗസുൽ ആലം ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുത്തെ ജീവിതകാലത്തുണ്ടായ അനുഭവങ്ങളും കറാമാത്തുകളും അക്കാലഘട്ടത്തിലെ ചരിത്രം ശേഖരിക്കുന്നതിന്റെ ഭാഗമായി നമുക്കറിയാമല്ലോ, അല്ലാമ ശത്നൂഫി ബഹ്ജത്തുൽ അസ്റാർ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം തന്നെ ഉണ്ടാക്കി. അക്കാലഘട്ടത്തിൽ ഇങ്ങനെ നമ്മളെ സിറാജുദ്ദീൻ ലത്തീഫി ഉസ്താദ് എന്ന് ചെയ്യുന്നത് പോലെ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി വീഡിയോ ക്യാമറയൊക്കെ ആയി പോയിട്ട് റെക്കോർഡ് ചെയ്യാനുള്ള സൗകര്യം ആ പ്രാചീന കാലത്തില്ല. അപ്പൊ അന്നത്തെ ഇന്നത് മടവൂർ കാഫിലയാണെങ്കിൽ അന്നതൊരു ബഗ്ദാദ് കാഫിലയായിരുന്നു അന്ന് അല്ലാമ ശത്നൂഫിയുടെ നേതൃത്വത്തിൽ നടന്നത്. അങ്ങനെ ബഹ്ജത്തുൽ അസ്റാറും അങ്ങനെ തുടങ്ങിയ ഗ്രന്ഥങ്ങളും അതിൽ നിന്നാണല്ലോ മഹാനരായ ഗൗസുൽ ആലം തങ്ങളുമായി ബന്ധപ്പെട്ട ആ വലിയ ചരിത്രങ്ങൾ ഈ സമൂഹത്തിന് ലഭിക്കുന്നത്. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന കോഴിക്കോട് മഹാനരായ ഗൗസുൽ ആലം തങ്ങളെ കേരളീയ സമൂഹത്തിന്റെ സ്മൃതിപഥങ്ങളിൽ സന്നിവേശിപ്പിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചതാണ് മുഹിയുദ്ദീൻ മാല ഖാളി മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി. അവർ ആ പരിശുദ്ധമായ മുഹിയുദ്ദീൻ ശൈഖ് എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ ഉന്നതരായ ഖുത്ബുൽ അഖ്താബായ ഗൗസുൽ ആലമായ മുഹിയുദ്ദീൻ ശൈഖിന്റെ പരിശുദ്ധമായ ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളും അള്ളാഹു അവിടത്തേക്ക് നൽകിയ കറാമത്തുകളും മാലയിലൂടെ പദ്യരൂപത്തിൽ മലബാറിലെ പാവപ്പെട്ട മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇട്ടു തന്നപ്പോൾ അതിൽ അവർ രേഖപ്പെടുത്തിയല്ലോ, അവർ ചൊന്ന ബൈത്തിനും ബഹ്ജാ കിതാബിനും അങ്ങീനത്തക്കിമീല തന്നിന്നും കണ്ടോവർ. അപ്പൊ മഹാന്മാരായ ഔലിയാക്കളുടെയും മഹത്തുക്കളുടെയും ചരിത്രങ്ങൾ അതെന്നും ഇവിടെ നിലനിൽക്കുക എന്നത് കാലമേൽപ്പിച്ച ദൗത്യമാണ്. ഈ കാലഘട്ടത്തിന്റെ പരിഷ്കർത്താവായ മുജദ്ദിദുൽ അഅ്ളമായ യുഗപുരുഷനായ മടവൂർ ശൈഖുന ഈ കേരളീയ സമൂഹത്തിന് സമ്മാനിച്ച ഒട്ടേറെ സന്തോഷകരമായ സാഹചര്യങ്ങൾ അതിവിടെ ചരിത്രത്തിന്റെ താളുകളിൽ ഒളിമങ്ങാതെ എന്നും തിളങ്ങി നിൽക്കുക എന്നത് കാലത്തിന്റെ ദൗത്യമാണ്. ആ ദൗത്യമാണ് അൽഹംദുലില്ലാഹ് മടവൂർ ഖാഫില ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ശൈഖുനയുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട്, ശൈഖുനയിൽ നിന്ന് കറാമത്ത് നേരിട്ട് അനുഭവിച്ച ആളുകളുണ്ട് എന്ന് കേട്ടാൽ അന്യരായ ലത്തീഫി ഉസ്താദും അവരോടൊപ്പമുള്ള പ്രിയപ്പെട്ട സംഘവും നേരെ അവരെ കുറിച്ച് അന്വേഷിക്കും. സിഖത്താണെന്ന് ബോധ്യപ്പെട്ടാൽ വിശ്വസ്തരാണ്, അവരിൽ നിന്ന് ചരിത്രങ്ങൾ ശേഖരിക്കാം, അവരിൽ നിന്ന് ശൈഖുനയുമായി ബന്ധപ്പെട്ട് അനുഭവിച്ച കറാമത്തുകൾ നമുക്ക് രേഖപ്പെടുത്തി വെക്കാം, അത് വീഡിയോയിൽ പകർത്തി വെക്കാം. അതിവിടെ യുഗയുഗാന്തരങ്ങളിൽ കടന്നു വരുന്ന സമൂഹത്തിന് എന്നും ആവേശമായി അതിവിടെ നിലനിൽക്കണം. അതിന് ആധുനിക ടെക്നോളജിയുടെ വികാസം അത് നമ്മളല്ലേ ഉപയോഗപ്പെടുത്തേണ്ടത്. യൂട്യൂബിൽ അതിവിടെ നിലനിൽക്കണം, ആളുകൾ കാണണം, കേൾക്കണം. അനുഭവിച്ചവർ നേരിട്ട് പറയുകയാണ്, അതും ഫിഖത്താണെന്ന് ബോധ്യപ്പെട്ട ആളുകളിൽ നിന്നാണ് അത് ശേഖരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനെന്താ പ്രശ്നം? അതിനെന്താ പ്രശ്നം? ഇപ്പൊ മടവൂർ ഖാഫിലയായിട്ട് ബന്ധപ്പെട്ട വിഷയം വന്നപ്പോ വലിയ ഒച്ചപ്പാടാ. സുബ്ഹാന ജല്ല ജലാലു. അതൊന്നും വിശദീകരിക്കാപ്പോടെ സമയമല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചിന്തിക്കുക. നേരത്തെ പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെടുത്തി, ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. ആര് ബുദ്ധിമുട്ടിച്ചു? ഇവിടെ വഹാബിയും മൗദൂദിയും തബ്ലീഗ് ഉൾപ്പെടെയുള്ള മുസ്ലിം സമുദായത്തിലെ ശപിക്കപ്പെട്ട വർഗം, ഔലിയാക്കളുടെ വിരോധികൾ, അമ്പിയാക്കളുടെ പ്രതിപക്ഷത്ത് നിൽക്കുന്ന കക്ഷികൾ, അവന്മാരെ കുറിച്ച് ഇവിടെ ചർച്ചയില്ല.
അവർ അതിനായി നശിക്കാൻ വേണ്ടി തീരുമാനിച്ച വിഭാഗമാണ്. അവരെ കുറിച്ച് ഓർക്കുമ്പോഴല്ല നമുക്ക് സങ്കടം. ഞങ്ങളും അഹ്ലുസുന്നയുടെ ആളുകളാണ്. ഞങ്ങൾ സുന്നികളുടെ മൊത്ത കുത്തക അവകാശപ്പെട്ട് ഞങ്ങളാണ് ഈ സമുദായത്തിന്റെ എല്ലാം എന്നല്ല, ഞങ്ങൾ പറയുന്നതാണ് സുന്നി എന്ന് പറഞ്ഞ് രംഗത്ത് വന്ന കക്ഷികൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ നെറികേടുകൾ കാണുമ്പോ, അതും മശായിഖന്മാരെ വിഷയത്തിൽ ചോദിക്കുന്നു. വളരെ നിഷ്പക്ഷമായി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നല്ലവരായ എന്റെ സാമാജികർ മനസ്സിലാക്കണം, എന്താണ് ഇവിടെ മടവൂർ ഖാഫിലയും അവന് നേതൃത്വം നൽകുന്ന ലത്തീഫി ഉസ്താദും അവരോടൊപ്പമുള്ള കൂട്ടുകാരും ചെയ്ത തെറ്റ് നിങ്ങൾ നോക്ക്. ഇവിടത്തെ സുന്നി പറയുന്ന ആളുകളാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്ന ആളുകളുടെ മുഖപത്രമാണ് സിറാജ് ദിനപത്രം, അല്ലേ? അതിൽ വന്നൊരു റിപ്പോർട്ടാണ് ഞാൻ വായിക്കുന്നത്. മടവൂർ ഖാഫിലയുമായി ബന്ധമില്ല സമസ്ത. വഹാബിയല്ല, വഹാബിയുടെ പേരിലല്ല, മടവൂർ ഖാഫിലയുമായി ബന്ധമില്ല സമസ്ത. ആലപ്പുഴ മടവൂർ ഖാഫില എന്ന പേരിലുള്ള ചാനലുമായോ അതിന് നേതൃത്വം നൽകുന്ന സിറാജുൽ ലത്തീഫിയുടെ പ്രവർത്തനമായോ ജംഇയ്യത്തുൽ ഉലമ ജില്ലാ ഘടകത്തിനോ കീഴ്ഘടകങ്ങൾക്കോ യാതൊരു ബന്ധവുമില്ലെന്ന് സമസ്ത ജില്ലാ മുശാവറ അറിയിച്ചു. ഓ, ഭയങ്കര സംഭവമായി പോയി. എന്തിനാ നിങ്ങൾ ഇങ്ങനെ സ്വയം പരിഹാസ്യരാകുന്നത്? ചോദിച്ചോട്ടെ, അതിന് നിങ്ങളായിട്ട് ബന്ധമുണ്ട് ആരെ കൂട്ടരെ പറഞ്ഞത്? ഇപ്പൊ ഇവിടെ മശായിഖന്മാരെ പറ്റി പറയണ നിങ്ങൾ അഡ്രസ് വേണോ? നിങ്ങളെ ഒത്താശ വേണോ? നിങ്ങളെ ആശീർവാദം വേണോ? ആ കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കൂട്ടരെ. നിങ്ങളുടെ കോഴി കൂവിയില്ലെങ്കിലും ഇവിടെ നേരം വെളുക്കും, മറന്നു പോകണ്ടായത്. എന്തേ അതുമായിട്ട് ബന്ധല്ലേ? തെറ്റാണ്. എന്തപ്പോ അവര് ചെയ്ത തെറ്റെന്താ? പണ്ട് നിങ്ങൾ ചോദിച്ചിരുന്നല്ലോ, മുജാഹിദീങ്ങൾക്ക് മറുപടി പറയുമ്പോ എന്തെന്ന് മൗലൂദി അല്ലോണ്ട് എന്താ കുഴപ്പം? അൽ ഫാത്തിഹ അത് തെറ്റാ? അല്ല. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യാണ്? ഒരു ഹിക്കായത്ത് ഓതുക, അത് തെറ്റാ? പിന്നെ അതിന്റെ ഒരു ബൈത്തിയല്ലാണ്, അത് തെറ്റാണോ? പിന്നെ അതിന് ജവാബിയല്ലാണ്, അത് തെറ്റാണോ? പിന്നെ അതിന് ശേഷം എല്ലാവർക്കും ഒരു ഭക്ഷണം കൊടുക്കുകയാണ്, അത് തെറ്റാ? ഇത് തെറ്റല്ലല്ലോ. ഇതുപോലെ എന്തപ്പ ഖാഫില ചെയ്ത തെറ്റ്? ഒന്ന് അഭിമുഖം നടത്തി, മടവൂർ ശൈഖുനായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ അടുത്ത് പോയി, എന്താ അങ്ങക്കുണ്ടായ അനുഭവം? അത് ഞാൻ പറഞ്ഞല്ലോ, സിഖത്താണെന്ന് ബോധ്യപ്പെട്ട ആളുകളുമായി അഭിമുഖം നടത്തി, അത് തെറ്റാണോ? അവരുടെ അനുഭവം പറഞ്ഞു കൊടുത്തു, അത് തെറ്റാ? എന്താ അനുഭവിച്ചതെന്ന് ചോദിച്ചു, അത് തെറ്റാണോ? എന്താണ് തെറ്റ്? ഉണ്ടായ കറാമത്ത് എന്താ? അത് ചോദിച്ചു, അത് തെറ്റാണോ? ആ അനുഭവിച്ച കറാമത്ത് അവർ പറഞ്ഞു, അത് തെറ്റാണോ? അത് ചാനലിൽ അപ്ലോഡ് ചെയ്തു, അതാണോ മഹാ തെറ്റ്? ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? ഇങ്ങക്ക് എന്തു ആവാം. മശായിഖന്മാരുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വരുമ്പോ അവിടങ്ങളെ തീരുമാനെടുക്കല് സുബ്ഹാന ജല്ല ജലാലുഹു വല്ലാത്ത വേദന തോന്നിപ്പോവുകയാണ്. ഇത് പറഞ്ഞതിന്റെ പേരിൽ ഒറ്റപ്പെടുത്തുന്നു, എന്നിട്ട് അതുമായിട്ട് ബന്ധമില്ലെന്ന് പറയുന്നു. ലത്തീഫി ഉസ്താദ് പറഞ്ഞിട്ടുണ്ടോ? അവരോടൊപ്പമുള്ള കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ ഇന്ന സംഘടനയുടെ ലേബിലുള്ളവരാണ്. അവര് മടവൂര് ശൈഖുന എന്ന ആ ഒറ്റ കേന്ദ്ര ബിന്ദുവിൽ അവരുടെ മുഴുവൻ ശ്രദ്ധയും കേന്ദ്രീകരിച്ചു. ശൈഖുനയുമായി ബന്ധമുള്ളവരാരോ, അവരുമായി മഹബത്ത് വെക്കുന്നവരാരോ, അവരിൽ നിന്ന് നേരിട്ട് അനുഭവിച്ചവരാരോ, അത്തരം വിശ്വാസയോഗ്യരായ ആളുകളെ പോയി കണ്ടു. അതിനാ പോകുന്ന ഇവർ സമീപിക്കുന്ന ആളുകളുടെ സംഘടന നോക്കിയിട്ടില്ല. അവരെ ഗ്രൂപ്പ് ഏതാ? നോട്ടമില്ല. അവരുടെ രാഷ്ട്രീയമേതാ? നോട്ടമില്ല. മടവൂർ ശൈഖുനായിട്ട് ബന്ധമുള്ളവരാണോ, അഹ്ലുസുന്നയിൽപ്പെട്ടവരാണോ? അവർക്കല്ലേ അനുഭവം ഉണ്ടാവുള്ളൂ. വഹാബിക്ക് ഉണ്ടാവും അനുഭവം, പക്ഷെ ഓൻ പറയൂലല്ലോ. അത് ഓന്റെ ആപ്പീസ് കൂട്ടണ അനുഭവമായിരിക്കും ശൈഖുനായിൽ നിന്നുണ്ടായിട്ടുണ്ടാവും. അത് ഓർക്ക് പറയാൻ മനസ്സുണ്ടാവില്ല. അപ്പൊ സുന്നികളായ ആളുകൾ, മുഹിബ്ബുൽ ഔലിയ ആകുന്ന മശായിഖന്മാരെ മഹബത്ത് വെക്കുന്ന ആളുകൾ, അവിടെ മറ്റൊരു വേർതിരിവില്ല. അവരെ ചെന്ന് കാണുന്നു. അല്ലാതെ ഇന്ന സംഘടനയുടെ അണ്ടറിലാണ് ഞങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നത് എന്നൊന്നും ഉസ്താദ് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അവര് പറയുന്നത് നമ്മൾ തന്നെ കേട്ടിട്ടുണ്ടല്ലോ, യൂട്യൂബിൽ നമ്മളൊക്കെ കേൾക്കുന്നില്ലേ, ഒരു സംഘടനയായിട്ട് ഇതിന് ബന്ധമില്ലാന്ന്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനത്തെ വിഷയം വരുമ്പോ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി എന്താ? ഊരുവിലക്ക്, ഒറ്റപ്പെടുത്തി. ഏതൊക്കെ വഴികളുണ്ടോ എല്ലാവരോടും വിളിച്ചിട്ട് പറയാ, ഇനി അവര് വരുമ്പോ അഭിമുഖം കൊടുക്കണ്ട.
എന്നിട്ടും ആളുകൾ അഭിമുഖം കൊടുത്തോണ്ടിരിക്കുകയെന്നപ്പോ കേട്ടത്. ഇന്ന് ഞാൻ വന്നപ്പോ ചോദിച്ചു, ഉസ്താദെ അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ ആരെങ്കിലും തരാതിരുന്നിട്ടുണ്ടോ? ഇല്ല ഉസ്താദെ, പലരും നമ്മളോട് പറയാറുള്ളത് ഇത് ഞങ്ങൾ മുന്നേ പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് വിട്ടാ മതി കേട്ടോ, കാരണം ഞങ്ങൾക്കിത് പറയാതിരിക്കാൻ പറ്റൂല, ഞങ്ങൾ അനുഭവിച്ചതല്ലേ. അപ്പൊ നിങ്ങൾ ഈ ആളുകളെ ഇടങ്ങറാക്കിയത് കൊണ്ടൊന്നും ഈ വിഷയത്തിനൊരു പരിഹാരം ഉണ്ടാകൂല. എന്നിട്ട് പറയാണ്, ഞാൻ പറഞ്ഞില്ലേ വേദന നമ്മക്കതാ, ഞങ്ങൾക്കും അതുമായിട്ട് ബന്ധമില്ല. എന്തുമായിട്ട് ബന്ധമില്ലാന്ന്? മടവൂർ ശൈഖുനയുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളും ജീവിത ചരിതങ്ങളും കറാമത്തും പറയുന്ന ആളുകളുമായി നിങ്ങൾക്ക് ബന്ധമില്ല. തത്വത്തിൽ നിങ്ങൾക്ക് മടവൂർ ശൈഖുനയുമായി ബന്ധമില്ല, മശായിഖന്മാരുമായി ബന്ധമില്ല. മശായിഖന്മാരുടെ മാർഗമാണ് അഹ്ലുസുന്ന, അതാണ് ദീന്. അപ്പൊ നിങ്ങൾ പറഞ്ഞതിന്റെ രത്ന ചുരുക്കം എന്താ? ഞങ്ങൾക്ക് ദീനുമായിട്ട് ബന്ധമില്ല. കറക്റ്റ്. ഇപ്പൊ ശരിയായിട്ട് അതാണ്. അത് നിങ്ങൾ തുറന്നു പറഞ്ഞതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അപ്പൊ നിങ്ങളെ രാഷ്ട്രീയ പണിയായിട്ട് പോയിക്കോളൂ, ഇതിലേക്ക് നിങ്ങൾ കൈകടത്താൻ വരരുത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്റെ കൂട്ടുകാർ പ്രത്യേകം മനസ്സിലാക്കണം. എന്നിട്ട് അതിന് ആളുകളെ ക്ഷണിക്കുമ്പോ അവര് വരാൻ നിൽക്കുമ്പോ അവരോട് വിളിച്ചിട്ട് പറയാ വരണ്ട, ബന്ധപ്പെടണ്ട, പ്രശ്നങ്ങളാണ്, വന്നാൽ ഭീഷണി. ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്, അൽഹംദുലില്ലാഹ്. മടവൂർ ശൈഖുന എന്നതിൽ പൂർണ്ണമായി മടവൂർ ശൈഖുനയിലും അതുപോലെ തന്നെ ആ മടവൂർ ശൈഖുനയുടെ കാലഘട്ടത്തിൽ വിശിഷ്ടാതിഥികളൊക്കെ നമ്മുടെ വേദിയിൽ എത്തിക്കൊണ്ടിരിക്കും. മർഹബ. മടവൂർ ശൈഖുനയുടെ കാലഘട്ടത്തിൽ സമകാലികരായ ഒരു വലിയ മഹാനായിരുന്നില്ലേ വലിയുല്ലാഹി വടകര മുഹമ്മദ് ഹാജി തങ്ങളുപ്പാപ്പ. വടകര മുഹമ്മദ് ഹാജി തങ്ങളുപ്പാപ്പയും മടവൂർ ശൈഖുനയും നമ്മുടെ മശായിഖന്മാർ അവരെ പറ്റി പറയുന്ന വാക്കെന്താ? മുഹയ്യദ്ദീൻ ശൈഖും റിഫായിൻ ശൈഖും പോലെയാണ് വടകര ശൈഖുനയും മടവൂർ ശൈഖുനയും. അൽഹംദുലില്ലാഹ്. ആ രണ്ട് മഹാന്മാരുമായി സമ്പർക്കം പുലർത്താനും സഹവസിക്കാനും അവരിൽ നിന്ന് വലിയ വാക്കുകൾ കേൾക്കാനും അല്ലാഹു വലിയ തൗഫീഖ് കൊടുത്ത വ്യക്തിത്വത്തിന്റെ ഉടമയാണ് വന്യരായ സയ്യിദ് യഹ്യൽ ബുഖാരി തങ്ങളുപ്പാപ്പ. തങ്ങളുടെ ഹിമ്മത്ത് വല്ലാത്ത സന്തോഷം തോന്നിപ്പോയി. തങ്ങളുപ്പാപ്പയായിട്ട് ബന്ധമുള്ള ആളുകൾ ഒരുപാടുണ്ടല്ലോ. വലിയ വലിയ ആൾക്കൂട്ടമുള്ള സംഘങ്ങളും സംഘടനകളും മുസാവറകളും ബന്ധപ്പെട്ടവരും ഒക്കെ അപ്പുറത്തുള്ളപ്പോഴും മഹാനരായ മടവൂർ കോട്ട വന്യരായ ഹസനി ഉസ്താദിനെയും അൻവരി ഉസ്താദിനെയും ഞങ്ങളെയൊക്കെ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ഈ കഴിഞ്ഞ റമദാൻ ശരീഫിൽ അങ്ങോട്ട് പ്രത്യേകം കൊണ്ടുപോയി. വരണമെന്ന് പറഞ്ഞു, ക്ഷണിച്ചു. എന്തേ? ഒരൊറ്റ ലക്ഷ്യെ തങ്ങളുപ്പാപ്പാടെ കൽബിൽ ഞങ്ങളോട് ആ വലിയ ഒരു റഹ്മത്തുണ്ടാകാൻ കാരണമായത് മടവൂർ ശൈഖുനയുടെ മഹത്വം, അവിടത്തെ മദ്ഹ്, അവിടത്തെ കറാമത്ത്, അതിന് പരിധിയും പരിമിതിയുമില്ലാതെ അത് നമ്മളെ മശായിഖന്മാര് പറഞ്ഞു തന്നിട്ടുണ്ട്. അവരെ കുറിച്ച് എങ്ങനെ പറയണം? അതൊക്കെ ആ പരിശുദ്ധ ഇസ്ലാമിന്റെ വൃത്തത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് കൃത്യമായി ഒരാളെയും ഭയപ്പെടാതെ തുറന്നു പറയാൻ ഒരു സംഘം ഇറങ്ങി പുറപ്പെട്ടപ്പോ ശൈഖുനാനെ പറ്റി പറയുന്ന മക്കളാണല്ലോ എന്ന നിലക്ക് ഞങ്ങളെ കൊണ്ടുപോയി. ഞങ്ങൾക്ക് വലിയ സന്തോഷമുള്ള ഉപദേശങ്ങൾ നൽകി. തങ്ങൾ പറഞ്ഞു, ധൈര്യമായി നിലനിൽക്കണം മക്കളെ, എവിടെയും പതറരുത്, ചിതറരുത്. ഒരുപാട് ഏഷണികളും ഭീഷണികളും വന്നേക്കാം, ഒരുത്തനെയും വകവെക്കരുത്. ഞങ്ങളെ മശായിഖന്മാര് ഞങ്ങളോട് പണ്ടേ പറയുന്നതാ. മടവൂർ ശൈഖുനയിൽ നിന്നും വടകര ശൈഖുനയിൽ നിന്നുമൊക്കെ ഊർജം ലഭിച്ച വന്യരായ സയ്യിദ് അവറുകളും അത് തന്നെയാണ് ഞങ്ങളോടും ആവർത്തിച്ചു പറഞ്ഞത്. അന്ന് മടവൂര് കോട്ടാന്ന് എങ്ങനെ പേര് വന്നത് തങ്ങളുപ്പാപ്പ എന്ന് ചോദിച്ചപ്പോ തങ്ങള് പറഞ്ഞു, ഇവിടെ ശൈഖുന വന്ന സ്ഥല, മടവൂർ ശൈഖുന വന്ന സ്ഥല. എന്നിട്ട് ശൈഖുനട്ട പേരാ. അൽഹംദുലില്ലാഹ്. അതാണ്. അത് കിട്ടേണ്ടവരിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടിയപ്പോ അതൊക്കെ കിട്ടിയിട്ടുണ്ട്, ശൈഖുനായിട്ട് ബന്ധമുണ്ട് എന്നിങ്ങനെ പറയലല്ല. അതൊരിക്കലും മറക്കാതെ അതിനെ എല്ലാറ്റിന്റെയും മുകളിൽ എന്നും കൊണ്ടു നടക്കാനുള്ള ആ ഒരു വലിയ മനസ്സ് തങ്ങൾ കാണിച്ചു എന്നത് വലിയ സന്തോഷ. ചില ആളുകളുണ്ട്
നമ്മളെ പ്രസ്ഥാനം ഉണ്ടായത്, നമ്മളെ സ്ഥാപനം ഉണ്ടായത്, നമ്മളെ സംവിധാനം ഉണ്ടായത് അതൊക്കെ മടവൂര് ശൈഖുനാനെ കൊണ്ടാ. പക്ഷെ അപ്പുറത്ത് നിന്ന് ആരെങ്കിലും ഒരു ഉമ്മാക്കി കാണിക്കുമ്പോ സ്വന്തം അനുയായി വൃന്ദങ്ങളിൽ നിന്ന് ഏതെങ്കിലും ആളുകളുടെ നയവൈകല്യങ്ങളും അതുപോലെ തന്നെ ആശയ വൈകൃതങ്ങളും നിറഞ്ഞ വാക്കുകൾ കേൾക്കുമ്പോ പിന്നെ മിണ്ടാട്ടമില്ല. പാലം കടക്കോളം നാരായണ, പാലം കടന്നപ്പോ കൂരായണ. ആ ശൈലിക്കെതിരായി അതിശക്തമായ താക്കീതാണ് വന്യരായ തങ്ങൾ പ്രവർത്തിപഥത്തിലൂടെ ഇവിടെ കാണിച്ചത്. തങ്ങൾ പറഞ്ഞതെന്താ? ഇത് മടവൂര് ശൈഖുനായിട്ട് ബന്ധപ്പെട്ട മജ്‌ലിസ. ആരെന്ത് പറയട്ടെ, എനിക്ക് വലുത് എന്റെ ശൈഖ് മടവൂര്. അതുകൊണ്ട് വന്യരായ തങ്ങൾ അവർകൾ ഇവിടെ എത്തി. എത്ര കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് എത്ര നേരത്തെ പുറപ്പെട്ടിട്ടുണ്ട്, പ്രായത്ര ആയിട്ടുണ്ട്. ശരീരം വിശ്രമത്തിന് ആവശ്യപ്പെടുമ്പോഴും തന്റെ പ്രിയപ്പെട്ട ശൈഖിനോടുള്ള അടങ്ങാത്ത ഭ്രമം വന്യരായ തങ്ങളവർക്ക് ഒതുങ്ങിയിരിക്കാൻ മനസ്സനുവദിക്കുന്നില്ല. തങ്ങളവർ ഇവിടെ എത്തി. നമുക്ക് വലിയ സന്തോഷമായി. അള്ളാഹു തങ്ങൾക്ക് എല്ലാവിധ സന്തോഷവും ആഫിയത്തും ദീർഘായുസ്സും ഹിമ്മത്തും മശായിഖന്മാരുടെ മദതിൽ ഏറ്റി കൊടുക്കട്ടെ. മടവൂർ ശൈഖുനയുടെ പ്രത്യേക നോട്ടമുള്ളവരിൽ അവരെയും നമ്മളെയും ഒക്കെ അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ. അത് ബഹുമാനപ്പെട്ട തങ്ങളിൽ നിന്ന് നമുക്ക് വലിയ സന്തോഷാണ്. അതുപോലെ ഒരുപാട് ഉസ്താദുമാരും സാദാത്തുക്കളൊക്കെ ഇവിടെയുണ്ട്, അൽഹംദുലില്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മടവൂര് കാഫില ഇപ്പോ അതുകൊണ്ട് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ല. നേരത്തെ ഇവിടെ ലത്തീഫ് ഉസ്താദ് പറഞ്ഞല്ലോ, മടവൂർ കാഫില കേവലം ഒരു ചാനലിൽ ഇങ്ങനെ ആളുകളുടെ അനുഭവം മാത്രം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കൽ മാത്രമല്ല, ഇപ്പൊ ഒന്നുകൂടി ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് പോയല്ലോ. ഇപ്പൊ പൊതുവായ പരിപാടികളും മടവൂർ ശൈഖുനയുമായി ബന്ധപ്പെട്ട പ്രഭാഷണ മജ്‌ലിസുകളും സംഘടിപ്പിക്കാൻ തുടങ്ങി. ഇനിയോ ഒന്നുകൂടി കേട്ടോളൂ. കോഴിക്കോട് പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് മടവൂർ കാഫിലയുടെ കീഴിൽ ഏക്കർ കണക്കിന് സ്ഥലം ഇതിനകം ഞങ്ങൾ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് മടവൂർ ശൈഖുന എന്ന് പറയുന്ന മുദബ്ബിറുൽ ആലമായ ഖുതുബുൽ ആലമായ ശൈഖുൽ മശായിഖായ സുൽത്താനുൽ ഔലിയായ മടവൂർ ശൈഖുനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അന്വേഷിച്ചും ശൈഖുനയെ കുറിച്ച് അടുത്തറിയാനും കേരളത്തിലേക്ക് ലോകത്തിന്റെ ദിക്കുദിഗന്ധങ്ങളിൽ നിന്ന് ആളുകൾ പരന്നൊഴുകുന്ന സമയം വരാനുണ്ട് എന്ന് മടവൂർ ശൈഖുന പറഞ്ഞിട്ടുണ്ട്. ശൈഖുന പറഞ്ഞത് അതിവിടെ പകൽ വെളിച്ചം പോലെ പുലരുക തന്നെ ചെയ്യും. അങ്ങനെ ആളുകൾ കടന്നു വരുമ്പോ മടവൂർ ശൈഖുനയുമായി ബന്ധപ്പെട്ട് ശൈഖുനായുടെ ജീവിത ചരിതങ്ങൾ ഒപ്പിയെടുത്ത ആയിരക്കണക്കിന് പേജുകളുള്ള അറബിയിലും ഇംഗ്ലീഷിലും ഉറുദുവിലും മലയാളത്തിലുമുള്ള വിവിധ ഭാഷകളിലുള്ള ബൃഹത്തായ ഗ്രന്ഥങ്ങൾ മടവൂർ കാഫില രചിക്കാൻ പോവുകയാണ്. പോരാ, മടവൂർ ശൈഖുനയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു റിസർച്ച് സെന്റർ തന്നെ കോഴിക്കോട് പട്ടണത്തിന്റെ ഹൃദയഭൂമികയിൽ വരുന്നവർക്കൊക്കെ ശൈഖുനയെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനും ശൈഖുനയെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കാനും അതുപോലെ തന്നെ മലബാറിലെ മഹാരഥന്മാരായ ഔലിയാക്കൾ വിശേഷിച്ചും ഈ കോഴിക്കോട് പട്ടണം ഇത് ദാറുൽ ഔലിയ ആണ് എന്നാണ് നമ്മുടെ മശായിഖന്മാര് പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ ഔലിയാക്കളാൽ വലയം ചെയ്ത് കിടക്കുന്ന ഈ കോഴിക്കോട് പട്ടണത്തിന്റെ കാവൽ ഭടന്മാരായ അലങ്കാരമായ ആത്മീയ ഊർജങ്ങളായ മഹാന്മാരെ കുറിച്ചും എല്ലാവരെ കുറിച്ചും പഠിക്കാനും മനസ്സിലാക്കാനും പറ്റുന്ന ഒരു റിസർച്ച് സെന്റർ, ഒരു പഠന ഗവേഷണ കേന്ദ്രം തന്നെ മടവൂർ കാഫിലയുടെ നേതൃത്വത്തിൽ ഇൻഷാ അല്ലാഹ് ഇവിടെ സ്ഥാപിച്ച് പ്രവർത്തനം ആരംഭിക്കാൻ പോവാ. ഇപ്പൊ നാളെ മുതൽ ചോദിക്കണ്ട അതിന് എന്നാണ്, അത് നടക്കണ സമയത്താണ് നടന്നോളൂ. അത് നടക്കണ സമയത്തുണ്ട് നടന്നോളും. അതിനിങ്ങനെ ഡേറ്റ് ചോദിച്ച് അടങ്ങറാകണ്ട. എന്തായാലും ഇപ്പൊ നിങ്ങള് അവിടെ ഉണ്ടാവുന്നിട്ടുണ്ടാകാത്ത മാതിരിയാവില്ല ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അത് മശായിഖന്മാരുടെ നിർദ്ദേശത്തിലാണ്, അത് കാണുകയും ചെയ്യാം. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ അവസാനിപ്പിക്കുന്നു. വന്യരായ ലത്തീഫി ഉസ്താദ് വേദനിക്കുന്ന മനസ്സുമായി കടന്നു വന്നിട്ട് പറഞ്ഞു, എല്ലാവരും ഒറ്റപ്പെടുത്താനും ഊരുവലക്കാനും ഭീഷണിപ്പെടുത്താനും ഏഷണി കൊണ്ടും ഭയപ്പെടുത്തുകയാണ്. ഞങ്ങളെ മശായിഖന്മാരോട് ഞങ്ങൾ വിഷയമറിയിച്ചു. ലത്തീഫി ഉസ്താദിനെയും കൂട്ടിച്ചെന്നു.
വന്യരായ ശൈഖുന പറഞ്ഞു, ആ കാലമൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. പല മശായിഖന്മാരുടെ വഴിയിലുള്ള ആളുകളെയും അങ്ങനെ കണ്ണുരുട്ടിയും ഉമ്മാക്കി കാണിച്ചുമൊക്കെ ഭീഷണിപ്പെടുത്തിയുമൊക്കെ പലരെയും നിങ്ങൾ സൈഡാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ മണ്ണേതാണെന്നറിയോ? ഇടിയങ്ങരയാണിത്. ഇത് ഇടിയങ്ങരയാണ്. അഹ്ലുസുന്നയുടെ ഇടിനാദം മുഴങ്ങിയ മണ്ണാണ് ഈ ഇടിയങ്ങര. ചരിത്രത്തിന്റെ ഒരു തനിയാവർത്തനമാണ് ഈ മടവൂർ ശൈഖുനായുടെ ഉറൂസിലൂടെ. ഇന്നത്തെ ഉറൂസ് നൽകുന്ന വലിയ സന്ദേശം അറിയാമല്ലോ. മഹാനരായ അബുൽ വഫാ ശംസുദ്ദീൻ മുഹമ്മദ് ബിൻ അലാഉദ്ദീൻ അൽ ഹിംസി റളിയല്ലാഹു അൻഹു ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ഇടിയങ്ങര ശൈഖ് മഹാനവറുകളുടെ ഹളറത്തിൽ പോയി അവിടത്തെ ആശീർവാദം തേടിയിട്ടാ നമ്മൾ ഇവിടെ എത്തിയത്. ആ മഹാനരായ ഇടിയങ്ങര ശൈഖ് അറിയാമല്ലോ, 15-ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിൽ അനീതിയുടെയും അഹങ്കാരത്തിന്റെയും അധർമ്മത്തിന്റെയും അഹന്തതയുടെയും ആൾരൂപങ്ങളായി നമ്മുടെ ഈ സമൂഹത്തിലേക്ക്, മലബാറിലേക്ക് അധിനിവേശ ശക്തികളായി കടന്നു വന്ന പോർച്ചുഗീസിന്റെ പടയാളികളോട്, പറങ്കിപ്പടയോട് പടപൊരുതാൻ ധീരമായി തന്റെ പ്രിയപ്പെട്ട അനുയായി വൃന്ദങ്ങൾക്ക് നിർദ്ദേശം കൊടുത്ത് പടയോട്ട ഭൂമിക തീർത്ത ഇടിയങ്ങര ശൈഖിന്റെ മണ്ണ് 20-ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിൽ ഇതേ ഇടിയങ്ങരയിൽ വെച്ചുകൊണ്ടാണ് മഹാനരായ ശൈഖുന മടവൂർ, അതേ പടന്ന പള്ളിയിലെ മൂപ്പന്റെ വീട്ടിൽ കിടന്ന് 20-ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിൽ ഒരു വ്യാഴവട്ടക്കാലത്തിലേറെ ആദർശ വൈരികൾക്കെതിരെ അതിശക്തമായ സന്ധിയില്ലാ സമരത്തിന്റെ പോരാട്ട ഭൂമിക തീർക്കാൻ മടവൂർ ശൈഖുന ആഹ്വാനം ചെയ്ത് ഈ കേരളത്തിൽ അഹ്ലുസുന്നയുടെ അജയ്യത തെളിയിച്ചിട്ടുണ്ടെങ്കിൽ, ആ ഇടിയങ്ങരയുടെ മണ്ണിൽ നിന്നുകൊണ്ട് ഞങ്ങളെ മശായിഖന്മാരുടെ മദദാൽ ഞങ്ങൾ പ്രിയപ്പെട്ട ലത്തീഫി ഉസ്താദിനോട് സന്തോഷത്തോടെ പറയുന്നു, പ്രിയപ്പെട്ട ലത്തീഫി ഉസ്താദ്, നിങ്ങൾ ഒറ്റക്കല്ല. മടവൂർ ശൈഖുനയുമായി ബന്ധപ്പെട്ട മശായിഖന്മാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചാരെയും ഇവിടെ ഒറ്റയിട്ടാക്രമിക്കാനോ ഒറ്റപ്പെടുത്താനോ ഊരുവലക്കാനോ ഇനി അതിവിടെ അനുവദിക്കുകയില്ല. ആ കാലം കഴിഞ്ഞു പോയിട്ടുണ്ട് കൂട്ടരെ. ഉണ്ട് ഉസ്താദേ, മഹാന്മാരായ മശായിഖന്മാരുടെ മക്കൾ അങ്ങയോടൊപ്പമുണ്ട്. നമുക്കൊരുമിച്ച് കൈകോർത്തുകൊണ്ട് നമുക്ക് ഈ മുന്നേറ്റം തുടരാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതുകൊണ്ടൊന്നും അവസാനിക്കൂല. സംഘങ്ങൾ ഒരുപാട് പുറകിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ തീരുമാനെടുത്തൊരു വൈക്കുണ്ടാകും, അത്രേ പറയാനുള്ളൂ. അവസാനങ്ങൾ ബന്ധല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ബന്ധം ഉണ്ടാകാൻ ആൾക്കാരെ തന്നെ കിട്ടാത്ത കോലത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങളൊക്കെ വന്യരായ നമ്മുടെ ഈ മഹത്തായ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് ആത്മീയ കേരളത്തിന്റെ അഭിവന്യ നേതൃത്വം മടവൂർ ശൈഖുനയുടെയും വടകര മുഹമ്മദാജി തങ്ങളുപ്പാപ്പയുടെയും വലിയ ആശീർവാദങ്ങളും അനുഗ്രഹാശിസുകളും ഏറ്റുവാങ്ങാൻ ഭാഗ്യം സിദ്ധിച്ച വന്യരായ സയ്യിദ് യഹ്യൽ ബുഖാരി തങ്ങളുപ്പാപ്പ ഈ മഹത്തായ ചടങ്ങിന്റെ ആണ്ട് നേർച്ചയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. ആദരപൂർവം തങ്ങളവറുകളെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.